Good morning all. Welcome to all students of Open Course students. So let's start with the syllabus description. So we have two modules and you have to write the exam of 50 marks. അതിൽ 50 മാർക്കിൽ 40 മാർക്ക് എക്സ്റ്റേണലും 10 മാർക്സ് ഇൻറ്റേർണലും ആണ്. അപ്പോൾ അതിന് 2 മണിക്കൂർ എക്സാമാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് 2 അവറാണ് ഇപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്നത്, മൺഡേയും വെനസ്ഡേയും. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ യൂഷ്വലി ആയിട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലുള്ളത് സെറ്റ്സ് തിയറിയുടെ കുറച്ച് പാർട്ട്, ബേസിക് ഓപ്പറേഷൻസ്, പിന്നെയുള്ളത് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. അതൊക്കെയാണ് ഫസ്റ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സെറ്റ്സ് തിയറിയെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. സെറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ സ്കൂൾ ടൈമിൽ പഠിച്ച ആ ഒരു പോർഷൻസ് ഒക്കെ തന്നെ ഇതിലേ ഉള്ളൂ. സെറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വി ഹാവ് മെനി എക്സാമ്പിൾസ്. വി ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -1 തൊട്ട് ഇങ്ങോട്ട് പോണതും 0, 1, 2, 3 അങ്ങ് പോസിറ്റീവ് സൈഡിലേക്ക് അങ്ങനെയുള്ള നമ്പേഴ്സ്. പിന്നെ ഓഡ് ഇൻഡിജേഴ്സ് 1, 3, 5, 7, ഈവൻ ഇൻഡിജേഴ്സ് 2, 4, 6, 8, ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് അങ്ങനെ ഉള്ളത്. പിന്നെ നമ്മൾ നേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിവേഴ്സ് ഇൻ കേരള, അല്ലെങ്കിൽ റിവേഴ്സ് ഇൻ കേരള എന്ന് വെച്ചപ്പോൾ 44 എണ്ണായി. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് ഒരു പറയാൻ പറ്റുന്നത്, എക്സാക്ട്ലി എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് ആയിക്കോട്ടെ, ഫൈനൈറ്റോ ഇൻഫൈനൈറ്റോ ആവാം, പക്ഷെ നമുക്കതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റണം. അങ്ങനെയുള്ളതാണ് സെറ്റ്സ്. പിന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ഇന്ത്യ, അപ്പോൾ നമുക്ക് 4 ഉള്ളത്: കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ഡൽഹി, ന്യൂഡൽഹി. അപ്പോൾ ഈ 4 സിറ്റീസ്. അപ്പോൾ സെറ്റ് ഓഫ് അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഇസ് എ സെറ്റ്. ഇനി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടും 2 മെത്തേഡ്സ് ആണുള്ളത്. വിച്ച് ഇസ് ഫസ്റ്റ് വൺ ഈസ് റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ലിസ്റ്റ് ദാറ്റ് എലമെൻറ്റ്സ് ഇൻ ടു വിത്ത് എ സിമ്പിൾ. വി ക്യാൻ ലിസ്റ്റ് ദ എലമെൻറ്റ്സ്. ദിസ് ഈസ് ദ ആൻഡ് ദ അതർ വൺ ഈസ് റൂൾ മെത്തേഡ്. വി ക്യാൻ സ്പെസിഫൈ ദ ബൈ എ റൂൾ, the elements by a rule. So നമുക്ക് റോസ്റ്റർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അതിലെ എലമെന്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ റോസ്റ്റർ മെത്തേഡ് വെച്ചിട്ട് വി ക്യാൻ ലിസ്റ്റ് ദ സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ്. ക്യാൻ ബി റിട്ടൺ സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. അതാണെങ്കിൽ we can return as A, B, C, D, E, F, H, etc. Z വരെ we can list. This is the roster method. We can write the 26 elements set of all alphabets in English. ഇനി നമുക്ക് set of all integers, set of all positive integers less than 10. ഇതിന് നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് 1, 2, 3, 4 എക്സെട്ര 9 വരെ നമുക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്യാം. ദിസ് ഈസ് റോസ്റ്റർ മെത്തേഡ്. നൗ വൺ മോർ മെത്തേഡ് ഈസ് ദർ. ഇറ്റ് ഈസ് കോൾഡ് റൂൾ മെത്തേഡ്. റൂൾ മെത്തേഡ്. സോ ഹിയർ വി കുഡ് റൈറ്റ് ദ റൂൾ ഇൻ ദിസ് ഫോം. സെറ്റ് ഓഫ് ഫസ്റ്റ് വൺ സെറ്റ് ഓഫ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് an alphabet in English. X is all alphabets in English. So this we could write. Now this thing we could write as x is x such that x is all positive integers less than 10. This is rule method. This is called roster method and the other one is called rule method. Now we have different types of sets. First one is finite sets.
Finite set is a set which consists of finite number of elements. ഇപ്പോൾ നമുക്ക് എലമെൻറ്റിൻ്റെ എണ്ണം സ്പെസിഫിക് ആയിട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എക്സാമ്പിൾ ആയിട്ട് ഫൈനൈറ്റ് സെറ്റ് സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4 5 6. ദാറ്റ് ഈസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നമ്പർ ഷോയിങ് ഓൺ എ ഡൈ. നമ്മൾ പകുമൂണി കളിക്കുന്ന ഡൈയിൽ 1 2 3 4 5 6 അവിടെ വരെയാണ് ഡോട്ട്സ് ഉള്ളത്. അപ്പോൾ അതാണ് വി ആയിട്ട് എടുത്തത്. സോ ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ്. Infinite set is the set consisting of infinite number of elements. V is equal to x such that x is a natural number. അപ്പോൾ നമുക്ക് 1 2 3 4 etc. നമുക്ക് അവിടെ ലാസ്റ്റ് ഒരു നമ്പർ പറയാൻ പറ്റില്ല. ലാസ്റ്റ് നമ്പർ ഈസ് ഇൻഫിനിറ്റി. സോ നെക്സ്റ്റ് വൺ സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സെറ്റ് കണ്ടെയ്നിങ് ഓൺലി വൺ എലമെന്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്. Set of all elements which are taken into consideration of a discussion is called U. നമുക്കിപ്പോൾ ഒരു സെറ്റ് എ ഉണ്ടെങ്കിൽ ആ സെറ്റിൻ്റെ ഒരു സൂപ്പർ സെറ്റ് അതിൽ നിന്നുള്ളതാണ് നമ്മൾ ഈ എയിൽ പറയുന്നത്. ഇപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്നാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. അതിൽ നിന്ന് പറയാവുന്ന സെറ്റുകളാണ് ഈ 1 2 3 4 5 6ഉം. സെറ്റ് ഓഫ് all positive integers, set of all odd integers, അങ്ങനെയെല്ലാം ഓഡ് ഇൻറ്റിജേഴ്സ് ഈവൻ ഇൻറ്റിജേഴ്സ് അങ്ങനെയെല്ലാം നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ എല്ലാ എലമെൻറ്റുകളും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സെറ്റ്. ഇറ്റ്സ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ്. നൗ സബ്സെറ്റ് സൂപ്പർ സെറ്റ്സ്. നമുക്ക് പറയാമെങ്കിൽ ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ക്യാൻ ബി റെപ്രസെൻറ്റ്. If every element of B is present in A, then B is a subset of A. അപ്പോൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു എ ഉണ്ട്. എ ഈസ് എ സെറ്റ്. ഇങ്ങനെ വരുവാണ്. All elements of B are in A. Then B is a subset of A. Also called A is a superset of B. If all elements of A are in B, then it is called. Now this next one is equal sets. Two sets A and B are said to be equal if A is a subset of B and B is a subset of B. So we could say that A equal to B. Now equivalent set. Two sets A and B are said to be equal if their cardinality number of elements is equal to number of elements of A is equal to number of B, and we have a 1-to-1 correspondence between A and B. Then we denote by A equivalent B. So, and the power set. The power set is defined as the collection of all subsets of a given set. It's also called a master set. If ABC then if ABC is the set A, and then its power set is, we have a null set phi. The singleton elements single A, B, C, and we could take the two elements together AB, AC, BC, and set ABC. So there are 8 elements. So if a set has n elements, then its cardinality is 2 raised to n. Now we have different set operations. First operation is union. So the union of two sets A and B is a set of all elements which belongs to either in A or in B or both. So it's called A union B. So if A is equal to 3 8 and B is equal to 3 6, A union B is equal to 3 6 8. So x element of A union B implies x element of A or x element of B. So നമുക്ക് ഇതാണ് A. If this is A, this is B, then A union B is the all elements. We could take the all elements. This is A union B. Now this is A, this is B. So A union B is this one. Now
The intersection of two sets A and B is the set of all elements common to both in A and in B, denoted by A. This is A intersection B. Intersection A intersection B. So this is if A is equal to 2, 5 and B is equal to 5, 7, 9. A intersection B is equal to 5, 5. So നമുക്കത് ഗ്രാഫിക്കലി ആയിട്ട് പറയുകയാണെങ്കിൽ if this is A, this is B, this is A intersection B. This region is A intersection B. Disjoint sets. Two sets are said to be disjoint if they don't have any elements common. That is A intersection B is equal to 5. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സെറ്റ് 1 സെറ്റ് A B C എഴുതി then A intersection B is equal to 5. We have already discussed about two operations, union and intersection. Now the next operation is difference, subtraction of sets. Let A and B be sets, two sets, then A minus B denoted by the usual subtraction അല്ലെങ്കിൽ backslash is equal to x element of A and x not an element of B. So example is set 1, 2, 3, 4 and B is equal to set 1, 3. Then 1, 3 is common to A and B, that times we deleted from A, so set 2, 4. And complement is that we have a universal set, then the complement of A is A complement or which is equal to x element of U and x not an element of A. Example, let U set of all integers and set of A is equal to set of all odd integers. Then A complement is set of all even integers. Now this is we have this is A and this is B. Then this region is A minus B. Now we have a master set is called a universal set U and set A. Then this is this shaded region is A complement. Next is symmetric difference. Let A and B be two sets, then A symmetric difference B is equal to A minus B union B minus A. So here 7, 8, 9, 10, B is equal to 7, 8, 11, 12. So A minus B is 9, 10 and B minus A is 11, 12. So A symmetric difference is 9, 10, 11, 12. And next this is Cartesian product. Cartesian product of two sets is denoted by A cross B, and we told that in 2 months is called cross here. Set of all ordered pairs of A comma B such that A is a member of A and B is a member of B. So we have A, as an example, let A is equal to HT, B is equal to set 1, 2, 3, 4, 5, 6, then A cross B is equal to H1, H2, H3, H4, H5, H6, T1, T2, T3, T4, T5, T6. So first term is from A and second term is from B. Here it is from H. Okay. Now the relation. This relation is a subset of cross product A cross B. It's the first element in the elements of A cross B is in the form of ordered pair. The first element is in the ordered pair is called the domain. Set of all first elements of ordered pair is domain, and set of all second component is the range. Example, number set നമുക്കൊരു സെറ്റ് ഉണ്ട് S equal to 1, 3, 5, 7. നമ്മൾ ഡിഫറെൻറ്റ് റിലേഷൻസ് എഴുതിയേക്കാണ്. ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് A cross B, S cross S. S crosses നമ്മൾ R4 ആയിട്ട് എഴുതിക്കുന്നത് S crosses ആണ്. S crosses itself is a subgroup, so it's a relation. First one 1, 3, 1, 3, 5, 5, 1, 3, 7, 7, 9, 9, 1 is a relation. Now A equal to B എന്നുള്ള ഫോമിൽ വരുന്ന 1, 1, 3, 3, 5, 5, 7, 7, 9, 9 ആ രീതിയിലുള്ളത് ഒരു റിലേഷൻ. അടുത്തത് വേറൊരു റിലേഷൻ. Now next definition is function. If to each value of a variable x there corresponds one or more values of the variable y, we say that y is a function of x.
അപ്പോൾ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വൈ കണ്ടുപിടിക്കണം. നൗ ഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. ഇപ്പോൾ ഞാൻ ഇതിലൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതിൽ അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്. നമുക്ക് ആ പോയിന്റുകൾ ഇപ്പോൾ 2, 1 എന്നുള്ളത് എക്സിൽ ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്ത് ഈ പോയിന്റാണ് 2, 1, x2 y equal to 1, -3, 2 എന്ന് പറഞ്ഞാൽ x equal to -3, y equal to 2. അടുത്തത് -2, -2 എന്ന് പറഞ്ഞാൽ x equal to -2, y is equal to -2. This is 4, -3, x equals 4, y equal to -3. അങ്ങനെ നമുക്ക് അതിനെ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഞാനൊരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. കൺസിഡർ ദ ഫംഗ്ഷൻ y is equal to 2x plus 3, find y when x equal to 3 and 1.5. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത് നോക്കുക. എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുട്ട് y x equal to 3. സോ ദ വാല്യൂ ഈസ് 2 into 3, 6 plus 3, 8. അതുപോലെ 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി -3ക്കും -2നും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. -3ക്ക് when x equals -3, y will be 2 into -3 plus 3. y will be 3. അങ്ങനെ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. പിന്നെ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. 1.5ന് കറസ്പോണ്ടിങ് y 1.5 എത്തുമ്പോഴുള്ള എക്സ് വാല്യൂ കറസ്പോണ്ട് ചെയ്യുക. ഇനി എക്സിനെ വൈയുടെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങളാണ് ആ പ്രോബ്ലത്തിലുള്ളത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.